എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബംഗാളി ടൈപ്പ് ഫിഷ് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കഷ്ണം റോഹു ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കറി വെച്ച് തയ്യാറാക്കാം. അതിനായിട്ട് 4 കഷ്ണം എടുത്ത് നന്നായിട്ട് കഴുകി ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമേ. മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി, പിന്നീട് വേണ്ടത് സ്വല്പം മുളക് പൊടി, പിന്നെ അല്പം കടുകെണ്ണ ഒഴിച്ച് നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം വെക്കാം. ബംഗാളികൾ മീൻകറി വെക്കുന്നത് കടുകെണ്ണയിലാണ്. അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകെണ്ണയുടെ ടേസ്റ്റ് ഒന്നും നമുക്കൊരു കുത്തലൊന്നും തോന്നത്തില്ല. പിന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണല്ലോ മീൻകറികളൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കണം. പിന്നീട് കറി തയ്യാറാക്കും. നമ്മൾ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റായി. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. ചൂടായി വരുമ്പോൾ കടുകെണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. ഇത് വറുത്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അത് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് മല്ലിയില, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ സ്പൂൺ കടുക്. ഈ സ്പൂണിന് 1 സ്പൂൺ കടുകാണ് എടുത്തേക്കുന്നത്. പിന്നീട് കുറച്ച് വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 3 പച്ചമുളക് അങ്ങ് അരയ്ക്കാം. 2 എണ്ണം പിന്നീട് നമുക്ക് കറിയുടെ മുകളിൽ ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചു കൊടുക്കണം. മീൻ ആദ്യമേ വറക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മസാല തയ്യാറാക്കാം. നമ്മുടെ പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ എണ്ണയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് പുക വന്നു കഴിയുമ്പോൾ ഈ കടുകിൻ്റെ ആയിട്ടുള്ള കുത്തലെല്ലാം അങ്ങ് മാറി സാധാരണ എണ്ണ പോലൊക്കെ തന്നെ ആകും. ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടിനകത്തെല്ലാം നല്ല കടുകിൻ്റെ ഒരു മണമായിരിക്കും. നല്ല സുഖമുള്ളൊരു സ്മെല്ലാണ്. ഇത് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി, ഇതാ പുക വരുന്നുണ്ട്. ആ മണമെല്ലാം അങ്ങ് മാറി. ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ടത് വറുത്തെടുക്കാം. ഇത് വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പോയിട്ട് മസാല അരച്ചുകൊണ്ട് വരാമേ. ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാമേ. നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് സ്വല്പം കരിഞ്ജീരകം ഇട്ട് കൊടുക്കാമേ. ബംഗാളികൾ കറികൾക്ക് എല്ലാത്തിനും കരിഞ്ജീരകമാണ് കടുക് വറുക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. കരിഞ്ജീരകം മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. നമുക്ക് വഴന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി സാമാന്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഇതിലോട്ടിട്ട് ഇതിൻ്റെ വെള്ളമയമെല്ലാം വറ്റി വരുന്നത് വരെ ഇളക്കി തയ്യാറാക്കാമേ. ഇതിനി അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. മീൻ വറക്കുന്നതിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് വെള്ളം വറ്റി മസാലയിൽ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ
ഗ്രേവിയുടെ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. പച്ചമുളക് നമ്മൾ അരച്ചിട്ടുണ്ട്, കറിക്കകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം മുളക് പൊടി ചേർക്കണ്ട, കുറച്ച് മുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലോണം മൂത്ത് വന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മസാല അരച്ച മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമുക്ക് കറിക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. ഇനിയും കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കറിക്കൊട്ടും ഗ്രേവി കാണത്തില്ല, കറി കുറുകിയിരിക്കും. ഇച്ചിരി ഗ്രേവി വേണം ഈ കൂട്ടാൻ. അതിന് നമുക്ക് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു. നമുക്കിനിയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ടാക്കി ഒരു 10 മിനിറ്റ് നേരം ചാറൊന്ന് കുറുകുന്നതിനും മീനൊന്ന് വെന്ത് നന്നായിട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. നമ്മുടെ കൂട്ടാൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചാറ് ഒരുപാട് കുറുകിയിട്ടില്ല. ഇപ്പം നമുക്ക് നോക്കാം. ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം നമുക്ക്. മീനൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, സ്വാദുമുണ്ട്, കടുകെണ്ണയുടെ ആ കുത്തലൊന്നുമില്ല. ഇനി നമുക്ക് സ്വല്പം ഗരം മസാല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു നുള്ളിൽ ഇത്രയും മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോഴത്തേക്കൊന്ന് പാത്രപാകമാവുകയും ചെയ്യും. ഈ കൂട്ടാൻ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ്. ഒരു 50 വർഷത്തോളമായിട്ട് ചേച്ചി കൽക്കട്ടയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ അടുത്തുള്ളവരൊക്കെ തയ്യാറാക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഓരോ സ്ഥലം അനുസരിച്ചിട്ട് കറി ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഈ കൂട്ടാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഫിഷ് കറി കഴിക്കാൻ പറ്റും. സ്വല്പം നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. മീൻകറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണേ.